ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സാധനങ്ങൾ: ഇത് തേങ്ങയുടെ 1-ാം പാലാണ്. ഇത് 2-ാം പാലും 3-ാം പാലും ഒപ്പം പിഴിഞ്ഞെടുത്തതാണ്. 2 അച്ച് ശർക്കര, ചൊവ്വരി കഴുകി വൃത്തിയാക്കി വെച്ചത്, സേമിയോ. ഈ 2-ാം പാലും 3-ാം പാലും പിഴിഞ്ഞ് വെച്ചത് നന്നാക്കി ചൂടാക്കി എടുക്കുക. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തതും വാങ്ങാൻ കിട്ടും, അങ്ങനെ വാങ്ങിച്ചാലും മതി. ഇത് ഞാനിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. തേങ്ങാപ്പാൽ ചൂടായി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് വേറൊരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ചൂടായതിന് ശേഷം എന്നിട്ട് നല്ല പോലെ ഗോൾഡൻ കളറാവുന്നത് വരെ ഊറ്റി കൊടുക്കുക. ഗോൾഡൻ കളറായി വരുന്നുണ്ട്, കണ്ടോ? തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിലായത് കരിഞ്ഞു പോകും. ഇങ്ങനെയാണ് ആവേണ്ടത്. റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ശർക്കര പാനിയാക്കി എടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച സാബൂനരി ഇട്ട് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. ഇത് നല്ല പോലെ വേവിച്ചെടുക്കണം. അത് അടിക്ക് പിടിക്കും, ഇളക്കി തന്നെ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ എടുക്കുന്നത്, ലോ ഫ്ലെയിമിലാക്കണം. തിളച്ചതിന് ശേഷം അപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കൈയെടുക്കാതെ ഇളക്കി നല്ല പോലെ വേവിച്ചെടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിലാവരുത്, ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. നമ്മളെ സാബൂനരി വന്നിട്ടുണ്ട്, കണ്ടോ? നല്ല പോലെ വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി നല്ല പോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ലേശം ഏലക്കാപ്പൊടി ചേർക്കുക. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാവ് ഇതിലേക്ക് അരച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തിളക്കാൻ പാടില്ല. പാല് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അടുപ്പത്ത് വെച്ച് നേരത്തെ ഞാൻ സേമിയോ വറുത്ത് പാൻ തന്നെ വെച്ചത്. എന്നിട്ട് അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിക്കുക. ഏകദേശം കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, ചിലവരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്ത് നോക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. നമ്മുടെ ഈ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുവരെ കണ്ടതിന് താങ്ക് യു.